എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്ന വിഷയം എട്ടാം ഭാവത്തിൻ്റെ നല്ലതും കെട്ടതുമായ കാര്യങ്ങൾ. നമ്മളിപ്പോൾ എട്ടാം ഭാവം എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എട്ടാം അധിപതി എന്ന് പറയുമ്പോൾ തന്നെ പേടിയാവും ഇല്ലേ? എന്താണ്, അതായത് 3, 6, 8, 12 ഭാവത്തിൽ ഏറ്റവും നമ്മൾ പേടിക്കുന്ന വിഷയം അല്ലെങ്കിൽ പേടിക്കുന്ന ഭാവം അല്ലെങ്കിൽ അധിപതി എന്ന് പറയുന്നത് എട്ടാം അധിപതി. കാരണം അത് നമുക്ക് ആ എട്ടാം ഭാവത്തെയുമാണ്, അതായത് ആയുസിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് മെയിനായിട്ടും. പിന്നെ ദുർസ്ഥാനം എന്നുള്ള ഒരു പേരും കൂടെ ഈ എട്ടാം ഭാവത്തിന് അല്ലെങ്കിൽ വന്നതുകൊണ്ട് ആ ഒരു പേടിയും പറയുന്നു. പക്ഷേ അത് തന്നെയാണ് നമുക്ക് വിപരീത രാജയോഗമാകട്ടെ, അല്ലെങ്കിൽ അപ്രതീക്ഷിത ഒരു ധനമാകട്ടെ, റിസർച്ച് പോലുള്ള അല്ലെങ്കിൽ PhD പോലുള്ള അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ആവട്ടെ, എല്ലാം നമുക്ക് ഈ എട്ടാം ഭാവം നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അത് മെയിനായിട്ട് ആരും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും പേടി എട്ടാം ഭാവത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുമോ, സർജറി ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. പൊതുവെ ആയുസിനൊക്കെ ദോഷമുണ്ടാകുമോ എന്നുള്ളതൊക്കെ ഒരു ഭയം തന്നെയാണ്. അത് ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമല്ലോ. അപ്പം നമുക്ക് എട്ടാം ഭാവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ ഭാവങ്ങളെ തമ്മിൽ ചേർക്കുന്ന ഒരു, അതായത് 5, 8, 10 അല്ലെങ്കിൽ 4, 8, 10 ഇങ്ങനെയൊക്കെയുള്ള ഒരു 5, 2, 3 എന്നൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഭാവങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ജാതകഫലം പറയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. കോർത്തിണക്കണം അതിനെ, എട്ടാം ഭാവത്തിനെയും 5ാം ഭാവത്തിനെയും ചേർത്തിട്ട് അടുത്ത ഏത് ഭാവമായിട്ട് കണക്ഷൻ വരുന്നോ അതുമായിട്ട് ചേർക്കണം. കാരണം ഒരു ഭാവത്തിൽ 2, 3 ഗ്രഹങ്ങൾ ചേർന്നിരിക്കാം, അതുപോലെ ദൃഷ്ടികളുണ്ടാവാം, അതുപോലെ നക്ഷത്ര കാലിൽ നിൽക്കാമല്ലോ, ഓരോ നക്ഷത്ര പാദത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചും ഫലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ട്. അപ്പോൾ ഈ ഭാവങ്ങൾ നമ്മൾ ചിലപ്പം ഭാവങ്ങൾ നിൽക്കുന്ന കോമ്പിനേഷൻ മാത്രം നോക്കത്തുള്ളൂ, ചിലപ്പോൾ ദൃഷ്ടി നോക്കത്തില്ല. ദൃഷ്ടിയും കൂടെ കണക്ട് ചെയ്ത് പറയണം. അതൊരു നക്ഷത്ര പാദത്തിൽ എങ്ങനെയാണെന്നുള്ള അതിൻ്റെ അധിപതിയും കൂടെ കണക്ട് ചെയ്ത് പറയണം. അങ്ങനെയാണ് ഈ ഭാവങ്ങളെ ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഏതൊരാൾ ഈ ഭാവത്തെപ്പറ്റി കണക്ട് ചെയ്യാൻ പറയാൻ തുടങ്ങുന്നുവോ അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങുമോ അവർക്ക് പിന്നെ ആസ്ട്രോളജി അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നില്ല, പെട്ടെന്ന് തന്നെ അത് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഭാവങ്ങളിലോട്ടുള്ള അതിന് കാരകത്വങ്ങളുണ്ട്, ഭാവത്തിനുണ്ട് കാരകത്വം, നക്ഷത്രങ്ങൾക്കുണ്ട്, ഗ്രഹങ്ങൾക്കുണ്ട്, എല്ലാത്തിനും കാരകത്വങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ പിടികിട്ടും എന്നുള്ളതാണ്. ജ്യോതിഷം വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പല ഘട്ടങ്ങളിലും കൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ഭാവത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്, ഭാവാധിപതികളുടെ ഒരു കോമ്പിനേഷൻ. ഇതൊക്കെ നമുക്ക് ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദൃഷ്ടി ചെയ്യുന്നതൊക്കെ നമുക്ക് കൂടുതൽ ഫലങ്ങൾ എക്സ്ട്രാ കൊണ്ടുതരും. അതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാൻ പറ്റും. കാരണം എട്ടാം ഭാവാധിപതി എന്നുള്ളതും എട്ടാം ഭാവത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറേ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിനോട് ചേരുന്നത് 5ാം അധിപതി ചേരുന്നു, 4ാം അധിപതി ചേരുന്നു, 3ാം അധിപതി ചേരുന്നു എന്നുള്ളത് അതും കൂടെ ചേർത്ത് കണക്ട് ചെയ്ത് പറയണം. പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഭാവാധിപതി കൂടെ ചേരുകയാണെങ്കിൽ അതും കൂടെ ചേർത്ത് നമുക്ക് കോർത്തിണക്കി കൊണ്ടുപോകാം. അപ്പോൾ 5ൻ്റെയും 3ൻ്റെയും 8ൻ്റെയും ഇങ്ങനെ കാരകത്വങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മളിതിന് കോർത്തിണക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കുറച്ച് പറയാൻ പോകുന്നത്. ഇപ്പം നമുക്കൊരു 5, 8, 10 എന്ന് വെച്ചോളൂ. 5ഉം 8ഉം 10ഉമാണ്. അപ്പോൾ 8ആണ് മെയിൻ അവിടെ നിൽക്കുന്നത്, 5ഉം 10ഉം നിൽക്കുന്നു. കർമ്മസ്ഥാനം 10ആണ്, അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനം 10ആണ്, അല്ലെങ്കിൽ 5 എന്നുള്ളത് കുഞ്ഞുങ്ങളെ കുറിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ 5ൻ്റെ ഒരുപാട് ജ്യോതിഷം പറയാം, പ്രണയം പറയാം, നമ്മളുടെ കലാകാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് പറയാം. ഇങ്ങനെ 5നെ പറ്റി കൂടുതൽ പറയാം. നമ്മളുടെ മുത്തശ്ശൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്ന് പറയുന്നത് അതും 5ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് പലതും അവിടെ പറയാൻ പറ്റും. നമ്മുടെ സ്വന്തം ചിന്ത, നമുക്കുള്ളൊരു പ്രണയമുണ്ടെങ്കിൽ അത്, അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവാധീനം, പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജാതി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ 5നെ കൊണ്ട് പറയുന്നു. അതുപോലെ 10 എന്ന് പറഞ്ഞ കർമ്മപുത്രൻ, തൊഴിൽ, നമ്മുടെ കർമ്മ, നമ്മൾ എന്തൊക്കെ വരം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള കർമ്മ. അപ്പം നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കർമ്മ, പോയ ജന്മത്തിൽ നമുക്കുണ്ടായിരുന്നത് എല്ലാം നമുക്കിതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 8 എന്നുള്ളത് ആക്സിഡൻ്റായിട്ട് സർജറി ആകട്ടെ, അപ്രതീക്ഷിത ധനമാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ശേഷം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡെത്തായി കഴിഞ്ഞ ശേഷം അതിൽ നിന്നിട്ടുള്ള ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു ജോലിയോ അങ്ങനെയാകാം. അപ്രതീക്ഷിതമായ ധനം വരാം, റിസർച്ച് പഠിക്കുന്നതാവാം, അമാനുഷ്യ ശക്തി പഠിക്കുന്നതാവാം, എന്ത് തന്നെയാലും ആ 8നോട് കണക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം.
അപ്പം നമുക്കത് 8 എന്ന് പറയുമ്പോൾ ഒരു വിഷമകരമായിട്ടുള്ള കാര്യം കൂടെ ചേർത്ത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ 5ഉം 8ഉം 10ഉം കൂടെ നമ്മളെങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾ കുറേ കൂടെ കാരകത്വങ്ങളുണ്ട്, പക്ഷേ ഇതൊക്കെ നിങ്ങൾ ചേർക്കണം, ചേർത്ത് കൊണ്ടുപോകണം. അപ്പം നമുക്ക് തീർച്ച പറയാം 5, 8, 10 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 5 എന്ന് പറയും കുഞ്ഞുങ്ങൾ, 8 എന്ന് പറയുമ്പോൾ നമുക്കറിയുമില്ല അത് കിട്ടാത്ത ഒരു അവസ്ഥ അങ്ങനെ. അപ്പോൾ 10 എന്നുള്ളത് ഒരു കർമ്മ. അപ്പോൾ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പുത്രദോഷമുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ പുത്രദോഷം എന്ന് പറയാം. 5 എന്നുള്ളത് അമ്മാവനെ കുറിക്കുന്നതാണ്, മുത്തശ്ശനെ കുറിക്കുന്നതാണ്. അപ്പം പിന്നെ 8ഉം 10ഉം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിങ്ങൾക്ക് പുത്രദോഷമുള്ള ആരെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അവർ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അബോഷനായി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും. കുഞ്ഞ് ജനിച്ച ശേഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കേട്ടാൽ പറയാം. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അവസ്ഥയാണ് പറയാം. ഈ 8 കണക്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങളൊരു നെഗറ്റീവും കൂടെ ചേർത്ത് നിങ്ങൾക്ക് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അതുപോലെ പുത്ര നഷ്ടമാകുന്നത്, മുത്ര പിണങ്ങി പിരിയുന്നത്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നത്, ഇവരുടെ കൂടെ ഒപ്പം ഇല്ലാത്തത്, ഇങ്ങനെ നമുക്ക് എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടോ അതെല്ലാം നമ്മൾ ചേർത്ത് പറഞ്ഞാൽ ഇത് കറക്കാർ അതിലേതെങ്കിലും അവർ അതിന് ആൻസർ പറഞ്ഞോളും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ബാക്കി അവർ പറഞ്ഞോളൂ. ഓക്കെ, അതുപോലെ റിസർച്ച് പഠിക്കാനുള്ള റിസർച്ചിലോട്ട് പോകാനുള്ളത്, PhD എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും അമാനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ 5 എന്നുള്ളതിന് നമുക്കത് പ്രയോജനപ്പെടും. 5 എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനെ കുറിക്കുന്നതാണ്. അതുപോലെ ബിസിനസ് ചെയ്താലും പൂർവികമായിട്ടുള്ള 5 എന്ന് പറഞ്ഞാൽ പൂർവികമാണ്, നമ്മുടെ പൂർവികത്തിൻ്റെ കാര്യം പറയുന്നതാണ് 5. അപ്പം 5 പൂർവികമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ, അല്ല അപ്പനപ്പന്മാർ ചെയ്തിട്ടുള്ള തൊഴിലുകളൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് 8ൻ്റെ കണക്ഷനാണ്, അത് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പാരമ്പര്യമായിട്ട് ആ തൊഴിൽ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ബിസിനസ് ഒരു പക്ഷേ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചിട്ട് ആ ജോലി, ആ ഒരു തൊഴിൽ നമ്മൾ ചെയ്യേണ്ട ഒരവസ്ഥ, ആ ഒരു ബിസിനസ് നമ്മൾ കുട്ടികളെ കണ്ടിന്യൂ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ. അങ്ങനെ ആരെ നഷ്ടം വന്നിട്ട് ആ നഷ്ടത്തിന് നികത്താനുള്ള ഒരു വഴി അങ്ങനെ വരാനുള്ളത്. 8 എന്നുള്ളത് അപമാനകരമായിട്ടുള്ള കാര്യം, സങ്കടകരമായ കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തിക്കൊള്ളണം. അതുപോലെ 8, 10, 5 പോയി 8, 10 കണക്ഷൻ വന്നാൽ ഒരു ബിസിനസ് തുടങ്ങി അത് ഒരു ക്ലോസ് ചെയ്യുന്ന അവസ്ഥ, നഷ്ടം വന്ന് ക്ലോസ് ചെയ്യുന്ന അവസ്ഥ, വീണ്ടും ആ ഒരു ബിസിനസ്സിന് തന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അത് തന്നെ ബിസിനസ്സായിട്ട് എടുത്തുകൊണ്ട് അതിൽ നിന്ന് നേട്ടം കൈവരിക്കുന്ന അവസ്ഥയും പറയുന്നു. 8, 10 അങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് ആദ്യത്തേത് കുറച്ച് ബുദ്ധിമുട്ടിൽ പോവും, രണ്ടാമത് വീണ്ടും അതിനെ തന്നെ വേറെ ചില ആൾക്കാരുണ്ടല്ലോ അത് വിട്ടതിനെ പിടിക്കുന്ന അതേ സ്ഥാനത്തെന്നുള്ള രീതിയിൽ അത് തന്നെ ഒരു ബിസിനസ്സാക്കി തിരിച്ച് തുടർന്ന് കൊണ്ടുപോകുന്ന ഒരവസ്ഥയും ഇവർക്ക് ഉണ്ടാവും. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ സ്വന്തം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ആരുടെയെങ്കിലും കീഴിൽ പോയി ഇവരുടെ ഐഡിയാസ് എല്ലാം കൊടുത്ത് അല്ലെങ്കിൽ സൈലൻ്റ് പാർട്ട്ണറായിട്ട് ചേർന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു തൊഴിൽ ചെയ്താലും ഇവർക്ക് നല്ലതാണ്. ഓക്കെ, അടുത്തത് 8 എന്ന് പറഞ്ഞാൽ അത് 8 എന്ന് പറയുമ്പോൾ എപ്പോഴേ നമുക്കറിയാം അതൊരു എന്താ പറയുക കഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒന്നിനും അധ്വാനിക്കാത്ത പണം, ലോട്ടറി പോലുള്ള പണം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ബില്ലിങ്ങനെ എഴുതി തരും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പം കിട്ടും. കാരണം ആരെങ്കിലും നമുക്ക് എഴുതി വെക്കും, അങ്ങനെയുള്ള പണം നമ്മൾ കഷ്ടപ്പെടില്ല, നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന പണത്തിനെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മണി വരുന്നതിനെയൊക്കെ നമുക്ക് 8നെ കണക്ട് ചെയ്യാം. അതുപോലെ ഇവർക്കിപ്പം 5, 8, 10 കണക്ഷൻ വന്നു എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരാണ് ഇവരുടെ ബോസ് ആണെങ്കിലും അവർക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണർ ആണെങ്കിലും കൂടെ അവർക്ക് നല്ലത്. കാരണം ആ ഒരു 5, 8, 10 എന്നുള്ളത് അങ്ങനെ ഒരു ബന്ധം വരുമ്പോഴത്തേക്കും അത് സെറ്റാവുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇൻഷുറൻസിൻ്റെ പണി അത് ചെയ്താലും ഇപ്പോൾ LIC ആകട്ടെ, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ആകട്ടെ, ആ തൊഴിൽ ഇവർക്ക് ചെയ്താലും, ആ ബിസിനസ് അവർക്ക് ചെയ്താലും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 5, 8 എന്നുള്ളത് കൊണ്ട് 5 × 8 40 അല്ലേ. അപ്പോൾ 40 വർഷക്കാലം, 40 വയസ്സ് വരേക്കും പോരാട്ടമായിരിക്കുള്ള ലൈഫായിരിക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 × 10 അപ്പം 50 വർഷം. ആ 50 വർഷത്തിൽ ഇവർക്കൊരു ടേണിംഗ് പോയിൻ്റ് ആകുമെന്ന് പറയുന്നു. അത്രയും കഷ്ടപ്പെട്ടതിന് വേണ്ടി തിരിച്ചവർക്ക് ഒരു നല്ല ഇത് വരുമെന്നുണ്ട് പറയുന്നുണ്ട്. പുത്രദോഷത്തിന് മെയിനായിട്ട് പറയണം. പക്ഷേ നമുക്ക്
പണത്തിൻ്റെ കാര്യത്തിലും 8 എന്നുള്ളത് പണമാണ്. 2, 5, 8, 11 എന്നുള്ളത് പണത്തിനെ കുറിക്കുന്നതാണ്. അപ്പോൾ പണത്തിനെ നമ്മൾ കറക്റ്റായി എടുക്കണം. അപ്പോൾ പണം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് എടുക്കണം. അതുപോലെ 5, 8 എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതും കൂടെ നമുക്ക് പറയണം. 5, 8 എന്നുള്ളത് മാസം തികയാതെ പ്രസവിക്കുന്ന ഒരവസ്ഥയും നമുക്ക് പറയാം. അതുപോലെ 5, 8 അല്ലെങ്കിൽ 8, 10 അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു കയറ്റുമതി ഇറക്കുമതി അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ 8, 10 എന്നുള്ളത് ഒരു പൊളിഞ്ഞു കിടക്കുന്ന വീട് ഇടിച്ച് കെട്ടുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ 8, 10 എല്ലാം ഒരു 8നെ നമുക്കത് മൈനസിലോട്ട് എടുത്ത് വേണം പറയാം. അതേസമയം ഇപ്പോൾ 5, 8, 10 എന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോവുകയാണ് ഒരാൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ ഷോപ്പിൽ പെട്ടെന്ന് അയാൾക്ക് എന്തെങ്കിലും ഫോറിൻ പോകാൻ എന്തെങ്കിലും ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ ആ ഷോപ്പിന് നമുക്ക് പിന്നെ അടച്ചു പൂട്ടണമെന്നുള്ളൊരു തോന്നൽ വരില്ല. അപ്പോൾ അവിടെ ആരെങ്കിലും ഒരാൾ ഏർപ്പാട് ചെയ്തിട്ട് പോകുന്നൊരവസ്ഥ, അങ്ങനെ ഇവർക്ക് ആ ഒരു കണക്ഷൻ വരാം, അങ്ങനെ ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, അവർക്ക് ആ ഷോപ്പൊക്കെ നടത്തിക്കൊണ്ട് പോയാൽ മതി, ശമ്പളം കിട്ടുന്ന ഒരവസ്ഥ, അങ്ങനെയും ഒരു ജോലി കിട്ടുന്ന ഒരവസ്ഥ വരാം. 5, 8, 10 കണക്ഷൻ. ഓക്കെ. അതുപോലെ 5, 8, 10 എന്ന് പറയുമ്പോൾ അഡോപ്ഷനും പറയാം കേട്ടോ. കുഞ്ഞുങ്ങളില്ലാതെ കുറേ കാലം കഴിഞ്ഞിട്ട് അഡോപ്ഷൻ എടുക്കുന്ന ഒരവസ്ഥയും 5, 8, 10 പറയാം. അപ്പോൾ 8 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം കൃഷ്ണൻ്റെ ഒരു മായാജാലമാണ്. 8 എന്ന് പറയുന്നത് നമുക്ക് കൃഷ്ണൻ്റെ ഒരു മായാജാലം പോലെ നമുക്ക് പറയാം. അഷ്ടമിയാണ് അല്ലേ. അപ്പോൾ സഡനായിട്ട് ആ 8 എന്നുള്ളത് സഡനായിട്ട് നമുക്ക് പല കഷ്ടങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെ നമ്മൾ മോചിതനായിട്ട് വീണ്ടും നമുക്കൊരു ഉയർച്ചയെ തരും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ 8 കണക്ഷൻ വരുന്നവരൊക്കെ ധനവാന്മാർ ആയിട്ട് തന്നെ ഉള്ളൂ, ധനവാന്മാരാണ്. അപ്പോൾ 1, 8 എന്ന് പറയുമ്പോൾ 8, 1 കാരണം ലഗ്നാധിപതി 8ൽ പോയാലും അല്ലെങ്കിൽ 8ാം അധിപതി ലഗ്നത്തിൽ വന്നാലും നമ്മൾ പൊതുവേ പറയും എവിടെയും പോയി തല കൊടുക്കുന്നത് സൂക്ഷിക്കണമെന്ന് പറയും. കാരണം എവിടെ പോയാലും ഒരു പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് കൂടുതൽ തലയിട്ട കാര്യങ്ങളൊക്കെ വഷളാക്കരുതെന്ന് പറയും. അതുപോലെ തല സൂക്ഷിക്കണമെന്ന് പറയും. എവിടെയെങ്കിലും ലിഫ്റ്റിലൊക്കെ പിന്നെ പ്രശ്നമുണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ലിഫ്റ്റിൽ പോയി പിന്നെ സ്റ്റക്കാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിലൊക്കെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയും. കാരണം 1, 8 എന്ന് പറയുമ്പോഴത്തേക്കും ലഗ്നാധിപതി 8ൽ പോയാൽ കഷ്ടങ്ങളെ തേടി പോവുകയാണ്. അതേസമയം 8ാം അധിപതി ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ തേടി കഷ്ടങ്ങൾ വരുന്നതാണ്. ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഇവർ ഒരു കാലത്ത് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തലയിട്ടാലും അവിടെ അവസാനം പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അവർ പോകരുതെന്നാണ് പറയുന്നത്. അതുപോലെ 2, 8 കണക്ഷൻ വന്നാലും 8, 2 കണക്ഷൻ വന്നാലും വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. 2, 8 ആകുമ്പോഴത്തേക്കും വളരെ കെയർഫുള്ളായിട്ട് വാക്കുകൾ സംസാരിക്കണം. അതുപോലെ കണ്ണ്, പല്ല് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും ഒരു ചീത്ത പഴക്കം അല്ലെങ്കിൽ ഒരു ദുശീലം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ പിന്മാറണം എന്നാണ് പറയുന്നത്. സിഗരറ്റ് അല്ലെങ്കിൽ ഡ്രിങ്ക്സൊക്കെ ആ ഒരു സ്വഭാവം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ബിസിനസ്സിൽ ഒരു പ്രാവശ്യം ലോസ് വരും. 8 കണക്ഷൻ ബിസിനസ്സാണ്. 2, 8 അല്ലേ, വരുമാനത്തിലൊരു ലോസ് വരുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ, കുടുംബത്തെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ ഒക്കെ വരും. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ അതിനൊക്കെ ഒരു മോചനം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥ, എന്തെങ്കിലുമൊക്കെ മറിഞ്ഞ് താമസിക്കുന്ന ഒരവസ്ഥയൊക്കെ വരാം. പക്ഷെ അതിൽ നിന്നൊക്കെ ആ 8 എന്നുള്ളത് അവസാനം നന്മ തന്നെ തരും. അതുപോലെ 8ാം അധിപതിയുടെ ദശ, അല്ലെങ്കിൽ ലഗ്നത്തിൽ 8ാം അധിപതി നിൽക്കുന്നു ആ ഒരു ദശ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ആ 8ാം ഭാവത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുന്നു അതിൻ്റെ ഒരു ദശ, അല്ലെങ്കിൽ അതിൻ്റെ അപഹാരം, ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ ടോയ്ലറ്റ് പ്രശ്നങ്ങളൊക്കെ വരാനൊരു ചാൻസ് ഉണ്ട്. അതുപോലെ സ്കിൻ പ്രോബ്ലം എന്തെങ്കിലും വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അറികുറി, അതായത് എന്താ പറയുക, ഒരു സിംറ്റം കാണിച്ചു തരുന്നതാണ്.
8ാമത്തെ ദശ നടക്കാൻ പോകുന്നു, എട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രഹങ്ങളുടെ ദശ നടക്കാൻ പോകുന്നു എന്നുള്ളതിനൊരു സിമ്പിളായിട്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. പിന്നെ അതുപോലെ ഏതെങ്കിലും വയസ്സായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു മോക്ഷം കിട്ടേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട്. നമ്മുടെ അപ്പൂപ്പനോ അങ്ങനെ അമ്മൂമ്മയൊക്കെ ഉള്ള ഒരാളെങ്കിൽ അവർക്ക് കുറച്ച് സിക്കായിട്ട് അവർക്കൊരു മുക്തി ലഭിക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്. ആദേശം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ 3 8 കണക്ഷൻ വന്നാലും 8 3 കണക്ഷൻ വന്നാലും 3 എന്നുള്ളത് പരിശ്രമമാണ്. അതായത് നിർബന്ധമായിട്ടും അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 3ന്റെ ഭാവത്തിൻ്റെ ENT പ്രോബ്ലം, തൊണ്ട നാവ് അല്ലെങ്കിൽ പിന്നെ മൂക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകാനുള്ള ചാൻസ് 8 3 കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഡോക്യുമെൻ്റ് കാര്യത്തിലൊക്കെ വളരെ സൂക്ഷിക്കണം. എന്ത് കാര്യത്തിലും വളരെ സൂക്ഷിക്കണം. സിഗ്നേച്ചർ ഇടുമ്പോഴും ജാമ്യത്തിൽ പോയി സിഗ്നേച്ചർ ഇടുമ്പോഴും അതുപോലെ ആർക്കെങ്കിലും വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ പിന്നെ വളരെ ശ്രദ്ധിക്കണം. കണക്കുകൾ അതായത് നമ്മുടെ അക്കൗണ്ട്സൊക്കെ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് വെക്കണം എന്ന് പറയുന്നു. 3 എന്നുള്ളത് അക്കൗണ്ട്സിനെ കൂടെ കുറിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ കറക്റ്റായിരിക്കണം. ഒരു ഓഫീസിൽ ജോലി ചെയ്താലും ഈ അക്കൗണ്ട്സൊക്കെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നം വരും. 4 8 എന്ന് പറയുമ്പം 4 അമ്മയെ കുറിക്കാം, സ്വത്തുക്കൾ കുറിക്കാം, കാറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ചൊരു ബുദ്ധിമുട്ട് തരുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നങ്ങൾ മാറിയ ശേഷം ഓട്ടോമാറ്റിക്കലി അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. ആദ്യമൊക്കെ ബുദ്ധിമുട്ട്, കാറ് വാങ്ങിയാൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാറായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവസാനം അവർ 8 പേർ സഞ്ചരിക്കുന്നത്, 8 കണക്ഷൻ വരുന്നിരിക്കുന്നത്. അപ്പോൾ 8 പേർ സഞ്ചരിക്കുന്ന മാതിരിയുള്ള കാറൊക്കെ വാങ്ങാനുള്ള യോഗമുണ്ടെന്നാണ് പറയുന്നത്. അത് പിൽക്കാലത്ത് ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തരുന്നാലും പിന്നീട് 8ന്റെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ച ശേഷം തരുമെന്നാണ് പറയുന്നത്. അതുപോലെ അമ്മയ്ക്ക് അസുഖം വരാം, അതുപോലെ വീടിന് ബുദ്ധിമുട്ട് വരാം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. പക്ഷെ അതിൽ നിന്നൊക്കെ 8 എന്നുള്ളത് ഭാഗ്യവും തരും. അത് നിങ്ങൾ കണക്കിലെടുക്കണം. അതുപോലെ 4 8 കണക്ഷൻ വന്നാൽ പഠിക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്നത് സൂക്ഷിക്കണം. കാരണം കുട്ടികളൊക്കെ പോയി ആക്സിഡൻ്റൊക്കെ ആയി എന്ന് പറയുന്നില്ല, അതൊക്കെ ഇങ്ങനെ 4 8 കണക്ഷൻ ഉണ്ടായിരുന്നതാണ്. അതുമല്ല 4 സ്വഭാവം എന്ന് പറയുന്നതാണ്. അപ്പോൾ 8 കണക്ട് ചെയ്യുമ്പോൾ സ്വഭാവ ദൂഷ്യം വരാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. സ്വഭാവത്തിൽ നല്ല സ്വഭാവമായിരിക്കണം എന്നുള്ളതാണ്. അവിടെ 8 കണക്ഷൻ വരുമ്പോൾ നമുക്ക് സ്വഭാവത്തിനൊരു മാറ്റം വരാം, എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും പാടില്ല, മനസ്സിലായില്ല. അപ്പോൾ സഡനായിട്ട് അപ്പോൾ 4 8 അങ്ങനെ വന്നാൽ 8 4 എന്നുള്ളത് ഒരു ഭാഗ്യം തരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പക്ഷേ 4 8 എന്ന് പറയാം വാസ്തു കുറ്റമുള്ള വീടായിരിക്കാം. മനസ്സിലായില്ലേ? വാസ്തു കുറ്റമുള്ള വീടാണെങ്കിൽ അങ്ങനെ ഒരു 4 8 കണക്ഷൻ വരുന്നത് കൊണ്ട് അങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ 8 5 ആണെങ്കിൽ ധനം ചേരും, പക്ഷേ സൂക്ഷിക്കണം. 5ാം ഭാവം എന്നുള്ളത് നല്ലതാണ്. പക്ഷേ 5ാം ഭാവത്തിൽ 8ാം അധിപതി വന്ന് നിൽക്കുമ്പോൾ 5ാം ഭാവത്തിനെ ഇല്ലാതാക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ 8ാം അധിപതിക്ക് അത് നല്ലതാണ്, കാരണം 5ൽ വന്ന് നിൽക്കുന്നതുകൊണ്ട്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഫലങ്ങൾ പറയാം. ഓക്കെ, അടുത്തത് അപ്പോൾ ആ 5ന്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ 8 ഇതാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 8 8 5 ഒക്കെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറയണം. അതുപോലെ 8 6 6 8 അങ്ങനെയാണെങ്കിൽ രോഗങ്ങൾ വരാം. 6 8 ഒക്കെ ആണെങ്കിൽ രോഗങ്ങളാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വളരെ കെയർഫുള്ളായിട്ട് ഒരു ചെറിയ അസുഖം വന്നാലും പെട്ടെന്ന് ആശുപത്രിയിലൊക്കെ പോയി അത് വലുതാവാനുള്ള ഒരു ചാൻസ് ഇല്ലാതാക്കണം. 6 എന്നുള്ളത് ചെറിയ അസുഖവും 8 എന്നുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് 6 8 കണക്ഷൻ വരുമ്പോൾ ആശുപത്രിയിൽ പോവേണ്ട ഒരവസ്ഥ, സർജറിയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ആദ്യത്തെ ജോലി അവർ വേണ്ടെന്ന് വെക്കും. കാരണം ജോലിയിൽ ബുദ്ധിമുട്ട് 6 8 6 ജോലി, 8 അത് നെഗറ്റീവായിട്ട് പറയുന്നത് കൊണ്ട് അതൊരു ജോലി വേണ്ടെന്ന് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ 6 × 8 48 വയസ്സിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മാറും എന്ന് പറയുന്നു. അതുപോലെ വെളിനാട്ടിൽ പോയാലും നമ്മൾ ജനിച്ച സ്ഥലം വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലും ഒരു നല്ല ഒരു ചാൻസ് പറയുന്നുണ്ട്. പിന്നെ VRS കൊടുക്കണമെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ ജാതകവും കൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ പ്രത്യേകം പറയണം VRS കൊടുക്കരുത്. കാരണം VRS പോയാൽ പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും.
അടുത്തത് 7ഉം 8ഉമാണ് കണക്ഷൻ. അപ്പോൾ 8ഉം 7ഉം ആവാം, 7ഉം 8ഉം ആവാം. അങ്ങനെ കണക്ഷൻ വരുമ്പോഴത്തേക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. 7ഉം 8ഉമാണ് ആ നമ്മുടെ സീക്രട്ട് ഭാഗത്തേക്ക് പറയുന്നത്. അപ്പോൾ കിഡ്നി സ്റ്റോൺ വരാം, കിഡ്നിയിൽ പ്രോബ്ലം വരാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. അതുപോലെ മാരേജിലൊരു രഹസ്യമുണ്ടാകാം, ഒരു ലവ് മാരേജ് ആവാം, ആരും അറിയാതെ ഒളിച്ചും മറച്ചു വെക്കുന്ന ഒരവസ്ഥ വരാം. അല്ലെങ്കിൽ മൂത്ത പെൺകുട്ടീനെ കല്യാണം കഴിക്കേണ്ട ഒരവസ്ഥ വരാം. അല്ലെങ്കിൽ ജാതി മാറി കല്യാണമാകും. എന്തെങ്കിലും ഒരു ആ മാരേജിലൊരു സീക്രട്ടോ അല്ലെങ്കിൽ വിമർശനമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരാം. അപ്പോൾ 8 വർഷം ക്ഷമയോടെ കാത്തിരുന്നാൽ അതിനുശേഷം കുറച്ച് നല്ല കാലങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അതുപോലെ 8 ഇതൊരു സർള യോഗമാണ്. ഇത് ഒരു നല്ല യോഗമായിട്ടാണ് പൊതുവെ പറയുന്നത്. 8ൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും എത്ര കഷ്ടങ്ങളുണ്ടായിരുന്നാലും ഇതൊരു വിപരീത രാജയോഗത്തിൽ സർള യോഗമായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് ഇതൊരു നല്ല യോഗമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 8ഉം 9ഉം കൂടെ ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ്റെ പിതാവിൻ്റെ കാര്യത്തിലൊക്കെ 8 ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. ഭാഗ്യത്തിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നാലും ആദ്യകാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നാലും അതൊരു കുബേര യോഗമായിട്ടാണ് പറയുന്നത്. അപ്പം ആ കുബേര യോഗം നമുക്ക് പിന്നീട് ഒരു നല്ലത് തന്നെ. അച്ഛൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നാലും പിന്നീട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അതൊക്കെ ക്രമേണ മാറിക്കൊള്ളും എന്നാണ് പറയുന്നത്. കാരണം 8ൻ്റെ നമുക്ക് നല്ലത് തരും. അവസാനമെങ്കിലും ഒന്ന് 8 ആ ഒരു 2, 5, 8, 11 എന്നുള്ളതിന് ആ 8 എന്നുള്ളത് നമുക്ക് തന്നു തന്നെ തീരും. അടുത്ത 8, 10 ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. നിറയെ സ്വത്തുക്കൾ വാങ്ങിയവർ ഇവർക്ക് ഇഷ്ടം പോലെ സ്വത്തുക്കൾ വരും. പക്ഷേ തൊഴിലിലെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ കയറ്റുമതി ഇറക്കുമതി, പഴയ വീട് ഇടിച്ചു കെട്ടുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 8, 10 കണക്ഷൻ നമുക്ക് പറയുന്നുണ്ട്. 8, 11 ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് വെക്കും. 11 ഒരുപാട് ആഗ്രഹങ്ങൾ വെക്കുമ്പോൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു നിരാശയുണ്ടാവും. പക്ഷേ അവസാനം 11 എന്നുള്ളതുകൊണ്ട് ആ യോഗത്തിൽ കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത്. ഞാനിത് സിമ്പിളായിട്ട് ഓരോന്ന് 2 ലൈൻ വെച്ച് പറയുകയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ചേർന്നാൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത 8, 12 അതൊരു വിപരീത രാജയോഗം തന്നെയാണ്. തൊഴിൽ ബിസിനസ്സൊക്കെ തുടങ്ങിയാലും ചിലപ്പോൾ ക്ലോസ് ചെയ്യുന്ന അവസ്ഥ, നഷ്ടം വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. 8ഉം 12ഉം കൂടെ കണക്ഷനാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെ ഒരു വിമോചനവും ഉണ്ടാകും എന്നുള്ളത്. 8, 12 ദൂരദേശ പ്രയാണം, അതായത് വെളിനാട്ടിലൊക്കെ പോയാൽ അല്ലെങ്കിൽ എന്താ പറയുക വിദേശത്തൊക്കെ പോയാലും ഒരു യോഗം നമുക്ക് ഉണ്ട് എന്ന് കരുതണം. നമുക്കൊരു സാധാരണ യോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മുതൽ ജനിച്ച നാൾ മുതൽ അമ്മയും അച്ഛനും ചേർത്ത് വച്ചിരിക്കുന്നു, നല്ല പഠിപ്പിക്കുന്നു, ജോലി കിട്ടുന്നു. അപ്പം നമുക്ക് ആ യോഗത്തിനെ പറ്റി നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അച്ഛനും അമ്മയ്ക്കൊന്നും ദരിദ്രരാകുന്ന അവസ്ഥ അല്ലെങ്കിൽ അച്ഛനില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടി പഠിക്കാനൊക്കെ കഷ്ടപ്പെട്ടൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ നല്ല പഠിച്ചെടുത്ത് നല്ല റാങ്കൊക്കെ വാങ്ങി നല്ല ജോലിയിൽ കയറി, പിന്നെ പ്രതീക്ഷിക്കാത്ത ചെറിയ വയസ്സിലെ ജോലിയിൽ കയറി നല്ല സാലറിയിലേക്ക് എത്തുമ്പോഴാണ് അതൊരു രാജയോഗമായിട്ട് മാറുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വെറുതെ എപ്പോഴുള്ള സൗകര്യത്തോട് നിൽക്കുമ്പോൾ അതൊരു യോഗമായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു രാജയോഗമാണ്. ഈ രാജയോഗത്തിനാണ് 8 തരുന്നത്. 8 എന്ന് മീൻ ചെയ്യുന്നതാണ് കഷ്ടങ്ങൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ, കുടുംബകലഹം, അത് ഇത് എല്ലാം ഉണ്ടായിരുന്നാലും അവസാനം ധനികനായിട്ട് തന്നെ മരിക്കുമെന്നാണ് പറയുന്നത്. അവസാന കാലത്ത് പണം അയാളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്കിനി അടുത്ത് പരിഹാരമുണ്ടെങ്കിൽ പറയാം. പരിഹാരം എന്ന് പറയുമ്പോൾ അഷ്ടമി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷ്ണനെ പറ്റി പറയുന്നത് കൊണ്ടാണ് ഈ പരിഹാരം സിമ്പിളായിട്ടുള്ള പരിഹാരമാണ്. ഏതെങ്കിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ തനിച്ച് നിൽക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പിന്നെ അവലും ശർക്കരയും, ഇപ്പോൾ പൊതുവെ നാട്ടു ശർക്കര എന്ന് പറയുന്നു, നാട്ടു ശർക്കരയാണോ മറ്റു ശർക്കരയാണോ എന്നറിയാം, അതിപ്പോൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടോന്ന് അറിയില്ല. അപ്പോൾ ശർക്കരയും അവലും പോയി അവിടെ നിവേദ്യം കൊടുത്തിട്ട് അതിനെ വീട്ടിൽ വാങ്ങിയിട്ട് വന്ന് നിങ്ങളിത് കഴിച്ചാൽ ഈ 8ൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്ന് പറയുന്നുണ്ട്. കൃഷ്ണന് കുചേലന് അവലും ശർക്കരയിലെ കൊണ്ടുപോയത്, അതുപോലെ നിങ്ങളുടെ അത് സേവിച്ച് വന്നാൽ നല്ലതെന്നാണ് പറഞ്ഞത്. മാസത്തിലൊരിക്കൽ നിങ്ങൾ അവലും ശർക്കരയും അമ്പലത്തിൽ കൊണ്ടുപോയി നേദിച്ചിട്ട് തിരിച്ചു വാങ്ങിയിട്ട് വന്നിട്ട് വീട്ടിൽ കഴിക്കാനാണ് പറയുന്നത്.
അതുപോലെ എട്ടാം അധിപതിയുടെ ദശ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എട്ടിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശ നടക്കുമ്പോഴോ അതുപോലെ എട്ടിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കും, നക്ഷത്രക്കാലിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ 72 അല്ലെങ്കിൽ 72 എന്നുള്ളത് കുബേര യന്ത്രമാണ്. 8x9 72. അപ്പോൾ 72 എന്നുള്ളത് എഴുതിയിട്ട് നിങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നാലും നല്ലതാണ്. ഇതൊക്കെ ചുമ്മാ നമുക്കത് ആ ഒരു യോഗത്തിന് തരാൻ വേണ്ടി പറയുന്നതാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ഓക്കെ. അതുപോലെ നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാലും കുബേര യന്ത്രം അങ്ങനെ ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ചാൽ നല്ലതെന്നാണ് പറയുന്നത്. അതുപോലെ 8ാം ഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ കുറ്റം പറയാതിരിക്കുക, അവരെ കുറച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക, വീട്ടിൽ മെയ്ഡാണെങ്കിൽ അവരെയൊക്കെ ശ്രദ്ധിക്കുക, അവരെയൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലൊന്നും പെരുമാറാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇവർക്ക് നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരുടെ ഇല്ലങ്ങളിലൊക്കെ പോയിട്ട്, വയസ്സായ ആൾക്കാരുടെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതും ഒരു അനാഥാലയം തന്നെ, ഓർഫനേജ് തന്നെ, അവിടെ പോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്താലും നല്ലതാണ് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇപ്പോൾ അനാഥാലയത്തിൽ പോയി ഒന്നും ചെയ്യേണ്ട, അവർ ശർക്കരയും നിങ്ങൾ കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, പിന്നെ അനാഥാലയങ്ങളിൽ പോയി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം. മാസത്തിൽ ഒരു പൊതിച്ചോറ് വാങ്ങിക്കൊടുത്താലും നല്ലതാണ്. ഒരു പൊതിച്ചോറ് കൊടുക്കണമെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം, അത് മറക്കരുത്. അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കൊടുക്കാം. എന്തെങ്കിലും അവർക്ക് നമ്മുടെ ശമ്പളത്തിന് ഒരു ചെറിയ പങ്ക് നമ്മളിങ്ങനെ ദാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരും. അല്ലാതെ നമുക്ക് ഈ 8നെ പേടിച്ച് 8ാം അധിപതി നമ്മളെ ജാതകത്തിൽ അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം ബുദ്ധിമുട്ടാണെന്നൊക്കെ പേടിച്ച് നമ്മൾ ഇരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങളൊക്കെ തീരും. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പറ്റുമെങ്കിൽ ഈ പരിഹാരം ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ 8നെ പറ്റി പേടിക്കണ്ട. ഇതുപോലെ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളെ ലൈഫിൽ തന്നെ നോക്കിക്കോ 8ൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന്. ദോഷങ്ങളുണ്ട്, ദോഷങ്ങൾ ശരിക്കുണ്ട്. ആ 8 കൊണ്ടാണ് നമ്മൾ പല ദോഷങ്ങളും പറയുന്നത്. പക്ഷേ 8ന് നല്ല ഫലങ്ങളുമുണ്ട്.